കോടതി പരിസരത്ത് മുന്നിൽ നിന്നാണ്. അജി, അങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നതിൻ്റെ സൂചനകളാണോ നമുക്കിപ്പോൾ ലഭിക്കുന്നത്? അതിൽ വ്യക്തതയായിട്ടുണ്ടോ? വൈദ്യപരിശോധനയ്ക്ക് ശേഷം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതിപ്പോൾ പലതരത്തിലാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. അവിടെ എന്താണ്, ഒട്ടേറെ ആളുകൾ കാത്തു നിൽപ്പുന്നുണ്ടോ കാണാനൊക്കെ? നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഒട്ടേറെ പേർ പ്രതിഷേധമൊക്കെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതിൻ്റെ പേരിലൊക്കെയുള്ള മുന്നൊരുക്കം എങ്ങനെയാണ്? അനുജ, നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം സ്ഥിരീകരിക്കാവുന്ന വിവരം തന്നെയാണ്. അതായത് കുന്നമംഗലം ഞാനിപ്പോൾ നിൽക്കുന്ന 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്കായിരിക്കും ഷിംജിതെ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കോടതി സമയം അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ നടപടികളുടെ ഭാഗമായി കോടതി ഇപ്പോഴും തുടരുന്നുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലത്താണ് മജിസ്ട്രേറ്റിന്റെ വസതി. ഒരുപക്ഷെ സമയം വൈകിയാൽ പോലും നേരിട്ട് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് പോലീസിന് പ്രതിയെ ഹാജരാക്കാൻ വേണ്ടി കഴിയും. തൊട്ട് പിന്നാലെ എനിക്ക് പിന്നാലെ കാണുന്ന സ്ഥലത്താണ് ഈ കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഒരുപക്ഷെ മെഡിക്കൽ കോളേജിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്, പ്രത്യേകിച്ച് BJP പ്രവർത്തകരടക്കം അവിടെ തടിച്ചുകൂടിയതുകൊണ്ടും വലിയ തരത്തിലുള്ള ആളുകളുടെ ഒരു തള്ളിക്കയറ്റം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുവരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. വടകരയിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ചുള്ള ഒരു യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക്. നേരത്തെ സമീർ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യ വാഹനത്തിലാണ് പ്രതിയെ കൊണ്ടുവരുന്നത്. ഷിംജിയെ കൊണ്ടുവരുന്നത് തന്നെ സ്വകാര്യ വാഹനത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല ഏത് വാഹനത്തിലാണ് കൊണ്ടുവരുന്നത്. ഈ വടകര ആശുപത്രിയിൽ നിന്ന്, അതായത് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഒരു വെള്ള i20 കാറിലാണ് പ്രതിയും കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം, അതായത് മെഡിക്കൽ കോളേജ് പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഏത് തരത്തിൽ എങ്ങനെയാണ് പ്രതിയെ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ഒരു പ്രതിയെ പിടികൂടുമ്പോൾ പാലിക്കേണ്ട നടപടി ക്രമങ്ങളുടെ ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പോലീസ് ഇക്കാര്യത്തിൽ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ്. നേരത്തെ സമീറും സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിയെ തിരിച്ചറിയാൻ തരത്തിൽ അത്രയും മുഖം മൂടിക്കൊണ്ട് പർദ്ദ ധരിച്ചുകൊണ്ടാണ് അവരെ ആശുപത്രിയിൽ ഹാജരാക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് വടകരയിലെ അവരുടെ ബന്ധു വീട്ടിൽ നിന്നും പ്രതിയെ പിടികൂടുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട്, ദീപകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവരെ ഇവിടെ നിരീക്ഷണത്തിലായിരുന്നു, പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളും ഈ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളത്, സുരക്ഷാ ക്രമീകരണങ്ങളും ഈ ഭാഗത്തും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ ഇങ്ങോട്ടേക്കാണോ അതോ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലേക്കാണോ ഷിംജിതയും കൊണ്ട് വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അല്പസമയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഏതായാലും വടകരയിൽ നിന്നും മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് പുറപ്പെട്ടു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലായി പറയാൻ കഴിയുക. ഏതായാലും കോടതി ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളും ഇവിടെ തുടരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് മജിസ്ട്രേറ്റിന്റെ വസതിയും. അതുകൊണ്ട് തന്നെ എവിടേക്കായിരിക്കും ഈ ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അതിൽ ആരോപണ വിധേയായ ഷിംജിതയെ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് ഇനിയുള്ള സമയങ്ങളിൽ മാത്രമായിരിക്കും നമുക്ക് അറിയാൻ കഴിയും. ഏകദേശം ഈ കുന്നമംഗലം പോലീസ് സ്റ്റേഷന്റെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന കോടതിയാണ് കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു കേസ് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം കൊണ്ടുവരുന്നത് ഇവിടത്തേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ നിലവിൽ പറയപ്പെടുന്നത്. ഏതായാലും മെഡിക്കൽ കോളേജ് പോലീസ് ആണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ACPയുടെ അടുത്തേക്ക് ഒരു പക്ഷേ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. വൈദ്യപരിശോധന നിലവിൽ പൂർത്തീകരണം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യപരിശോധന വീണ്ടും എടുക്കേണ്ടതില്ല. വൈദ്യപരിശോധനയ്ക്ക് ശേഷം സാധാരണഗതിയിൽ കേസുകളിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് കുന്നമംഗലം കോടതിയിലേക്ക് ഇവരെ ഉടനെ തന്നെ എത്തും എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത്. സ്ഥിരീകരിക്കുന്ന വിവരം തന്നെയാണ്. കുന്നമംഗലം കോടതിയിലേക്ക് അവരെ കൊണ്ടുവരുമെന്നുള്ള ഒരു വിവരമാണ് സ്ഥിരീകരിക്കാവുന്ന. അല്പസമയത്തിനകം തന്നെ കുന്നമംഗലം കോടതിയിലേക്ക് ഷിംജിതയെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അജയ് കുഞ്ഞുമോൻ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.